എല്ലാം നോണകളാണ് കംപ്ലീറ്റ് ആയാലും വെച്ചാൽ നോണ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിക്കുക. അങ്ങനെ നോക്കുമ്പോൾ അത് എനിക്ക് അത്ര ഒരു ഫ്ലോ ആയിട്ട് തോന്നിയില്ല. മാത്രമല്ല നമുക്ക് അതെ ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററിയാണ്. അപ്പോൾ അത് നമുക്ക് എന്ന് വെച്ചാൽ ഒരു സാഹിത്യ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനും കുറച്ച് വലിയ എന്താ ഒരു സാറ്റിസ്ഫൈ തോന്നിയില്ല. അപ്പോൾ എനിക്ക് അത് നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ പക്ഷേ ബഷീറിനെ ശരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ബഷീറിൻ്റെ ഒരു സെഷൻ നമുക്കൊരു റിഫ്രഷ് ആയിട്ട് ചെയ്യാം എന്നുള്ളൊരു അപ്പോൾ ശരി അത് നമുക്ക് തുടക്കത്തിൽ തന്നെയായിട്ട് ഹരീഷിൻ്റെ കാര്യം അതാണ് അങ്ങനെയാണ് ഇത് തുടങ്ങിയത് ഈ സെഷനെ കുറിച്ച്. അങ്ങനെ നമ്മളിപ്പം പല കാര്യങ്ങളിലും നീണ്ടുവന്ന് ഇപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ എത്തിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെഷനിലേക്ക് പോകുന്നതിന് ആമുഖമായിട്ട് നമ്മുടെ ടൈറ്റിൽ പറയുകയാണെങ്കിൽ നമുക്കൊരു സുൽത്താൻ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഇപ്പോഴുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ ഒരു ബാലാജി കവിതകളുടെയും കഥകളുടെയും അദ്ദേഹത്തിന് ഇവിടെ എന്താ പറയുക അദ്ദേഹം നമ്മളോട് ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സെഷനിലേക്ക് പോന്നിട്ട് ഞാൻ ഈ ടൈറ്റിലിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഹരീഷിന് ശേഷം നമ്മൾ ഇപ്പോൾ ഞാൻ ആദ്യം ഒരു ടൈറ്റിൽ ഉപയോഗിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു, ചിന്തേരിട്ട ചിന്തകൾ എന്നുള്ള രീതിയിൽ ആയിട്ടൊരു ടൈറ്റിൽ വെച്ചിട്ടാണ് ഞാനത് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നത്. അത് പക്ഷേ ഏതെങ്കിലും ഒരു പ്രത്യേക പുസ്തകം എടുത്തിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ അന്ന് ഞാനപ്പോൾ എഴുതി തുടങ്ങിയ ഡിസ്കഷൻ ഇങ്ങനെയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അന്വേഷകനായ ഒരു മനീഷി അദ്ദേഹത്തിൻ്റെ അനന്യമായ തൻ്റെ യാത്രകളിലൂടെ അനന്തമായ വിഹായസത്തിലേക്ക് കണ്ണും നട്ട് പല കോണുകളിൽ നിന്നും ഈ പ്രപഞ്ചത്തിൻ്റെ പല കോണുകളിൽ നിന്നും സ്വാംശീകരിച്ച തൻ്റെ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ അനുഭവങ്ങളാകുന്ന ചുളയിൽ ഉരുക്കിയെടുത്തിട്ട് അല്ലെങ്കിൽ രൂപീകരിച്ചപ്പെട്ട കൃതികൾ നമുക്ക് സമ്മാനിച്ച ഒരു പ്രസിദ്ധനായ അല്ലെങ്കിൽ വളരെ കഴിവുള്ള മൗലികമായ രചനാ വൈദഗ്ധ്യമുള്ള ഒരു കലാകാരൻ എന്നുള്ള രീതിയിലാണ് ഞാൻ തുടങ്ങിയ മനസ്സിൽ വെച്ചത്. അപ്പോൾ അത് തീർത്തും അനർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു എഴുത്തുകാരൻ തന്നെയാണ് ബഷീർ എന്ന് പറയാം. എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് തൻ്റേതായ ഒരു ഭാഷയിലൂടെ എന്ന് തന്നെ പറയട്ടെ. അദ്ദേഹം ഈ രണ്ട് വാക്കുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതാണ്, അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഞാനങ്ങനെ പറയുന്നത് ഭാഷയിലൂടെ നമുക്ക് എന്താ പറയുക രൂപീകരിച്ച് തന്നിട്ടുള്ള ശില്പങ്ങളും വളരെ മനോഹരങ്ങളാണ്. അപ്പോൾ ഒരു ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ അനുഭവങ്ങളുടെ തീക്ഷ്ണമായ തീച്ചുളയിൽ ഉരുത്തിരിഞ്ഞു വന്ന കൃതികൾ എന്ന ഒരു എന്താ പറയുക ഒരു വിശേഷണം നമുക്ക് അദ്ദേഹത്തിൻ്റെ കൃതികൾക്ക് നൽകാവുന്നതാണ്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ലിറ്റററി ഫംഗ്ഷൻ നോക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഏതൊരു മോഡേൺ റൈറ്ററിനെക്കാട്ടും മോഡേൺ ആയിട്ടുള്ള ചിന്തകളുള്ള ഒരു കലാകാരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. വാസ്തവത്തിൽ അദ്ദേഹം എഴുതിയത് കുറച്ച് നമ്മുടെ 50-കളിൽ 60-കളിൽ എഴുതിയാൽ പോലും അത്തരം കൃതികളിൽ പോലും അദ്ദേഹത്തിൻ്റെ ദീർഘദർശിത്വം അല്ലെങ്കിൽ ക്രാന്ത ദൃശ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ക്രാന്തദൃഷ്ടി. ഓക്കെ, പിന്നെ ഒരൊറ്റത് പറയാം, അദ്ദേഹത്തിൻ്റെ പലപ്പോഴും പറയാറുണ്ട്, അതായത് എന്താണ് വിശ്വസാഹിത്യം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ സരസമായി പറയാറുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ വിശ്വത്തിൻ്റെ മൂലയിലിരുന്ന് എഴുതുന്നത് എന്താണോ അതാണ് വിശ്വസാഹിത്യം എന്ന രീതിയിലാണ് അദ്ദേഹം പറയാറ്. എന്ന് മാത്രമല്ല വേറൊരു കാര്യം കൂടി അദ്ദേഹത്തിൻ്റെ ചില കൃതികളല്ല ഒരു പ്രത്യേകിച്ചും മരണത്തിൽ നിന്ന് എഴുതുന്ന കൃതിയിലെന്ന് തോന്നുന്നു അദ്ദേഹം ഈ കലയുടെ അല്ലെങ്കിൽ കല എന്തിനു വേണ്ടിയാണോ അല്ലെങ്കിൽ കലയുടെ ഉപദേശസ്തുതിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയെക്കുറിച്ചോ അദ്ദേഹം പറയുന്നത് കായും ലായും എന്ന അക്ഷരത്തിനിടയിലൂടെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഭൂഗോളം, സൂര്യചന്ദ്രന്മാർ, നക്ഷത്രങ്ങൾ, ക്ഷീരപഥം, സൗരയൂഥം, പ്രപഞ്ചം, അണ്ടകടാഹമാകുന്ന എല്ലാതും ഈ കായുലായ്ക്ക് ഇടയിലുണ്ട് എന്ന് നിങ്ങൾ ധരിച്ചോളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിനോട് ഒരാൾ ചോദിക്കുമ്പോൾ എന്താണ് സാഹിത്യത്തിൻ്റെ അല്ലെങ്കിൽ കലയുടെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു എന്താ പറയുക ഡെഫിനേഷൻ കൂടി നൽകുന്നുണ്ട് കലയ്ക്ക്. എന്ന് പറഞ്ഞാൽ കലയുടെ ഉദ്ദേശത്തിൽ മാത്രമല്ല, കല എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ, അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ഫേമസ് ഉള്ളൊരു അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വളരെ ഒരു വേർഡാണ് അണ്ടകടാഹം എന്നുള്ളത്. അത് മൊത്തം ഈ കലയിലുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതിലൂടെ. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ പല ക്യാരക്ടറിൽ നോക്കുന്നുണ്ട്. ഡോക്ടർ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ പേരാണ് ഡോക്ടർ ബന്തോറോസ് ബുറാസി ബോറാസ് തൊട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 8 കാലി മമ്മൂഞ്ഞ് വരെയുള്ള കഥാപാത്രം എന്താ പറയുക പേരുകൾ തന്നെ വളരെ രസകരമാണ്. എന്ന് മാത്രമല്ല കള്ളസാക്ഷി പറയാൻ പറ്റില്ല എന്ന് പറയുന്ന കുഞ്ഞുപാത്തുമ്മ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ നിഷ്കളങ്കമായ ഭാവത്തോടെ മൗലികമായ രചനകളോടെ എഴുതിയ അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ കിട്ടിയ ഈ സന്ദർഭം ഒരു സൗഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. എന്നിട്ട് നമുക്ക് സെഷനിലേക്ക് തുടങ്ങാം. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കഥയിലോ അല്ലെങ്കിൽ നോവലുകളിലോ കാണുന്ന ചില മൗലികമായ ശൈലികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഒരു കഥയുടെ മാത്രം വിവരണമല്ല ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ചില കൃതികളുടെ ഒരു റിഫ്ലക്ഷൻസ് എന്നുള്ള രീതിയിലാണ്
ഈ സെഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ അല്ലെങ്കിൽ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു നോവലാണ്. നിങ്ങൾക്ക് അറിയുന്ന ഇത് കാണുമ്പോൾ മനസ്സിലാവും തോന്നുന്നു. ശബ്ദങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു നോവലുണ്ട്, യുദ്ധത്തിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു നോവലാണ്. അതിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ചില സർവനാശത്തിൻ്റെ രൂപകങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റിലിൽ ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൃതികൾ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ ഒരു വെളിപാട് പോലെ അദ്ദേഹത്തിന് ആരെയോ അറിയിക്കാൻ വേണ്ടിയിട്ട് ബഷീറിൻ്റെ അടുത്തേക്ക് എത്തുന്ന ഒരു ഇതിലാണ് ഈ കൃതി തുടങ്ങുന്നത്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഇരുണ്ട എഴുത്തുകൾ എന്ന് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ അത്രയും എന്താ പറയുക, രക്തം കട്ട പിടിച്ച് കറുപ്പായ എഴുത്തെന്ന് പറയുമ്പോൾ പറയാവുന്ന രീതിയിലുള്ള ഒരു എഴുത്താണത്. അതിൽ കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ സ്നേഹിതനെ കുറിച്ചാണ് ആദ്യത്തെ ഒരു അദ്ദേഹം അനുഭവം പറയുന്നത്. ഇപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഒരു പട്ടാളക്കാരനായിരുന്നു, രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത പട്ടാളക്കാരൻ. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, യുദ്ധത്തിന് ശേഷം അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുകയാണ് ചെയ്യണത്. അപ്പോൾ ആ സമയത്ത് യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹിതനെ അദ്ദേഹത്തിന് വെടിവെച്ച് കൊല്ലേണ്ട ഒരു അനുഭവം പറയുന്നുണ്ട്. അതിനുശേഷം യുദ്ധം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പട്ടണത്തിലേക്ക് വരുന്നു, ഒരു സ്ഥലത്ത് താമസിക്കുന്നു. ആ സമയത്ത് ആ താമസിക്കുന്ന ലോഡ്ജിൽ തീപിടുത്തമുണ്ടായിട്ട് ആ തീപിടുത്തത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുന്നതും അതിനിടയിൽ കുറച്ച് പേര് രക്ഷപ്പെടുന്നതായിട്ട് കാര്യം കണ്ടിട്ട് അവിടുത്തെ ഒരു പ്രധാനി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഔട്ട് ഹൗസിൽ താമസിക്കാൻ വിളിക്കുന്നതും അവിടെ ഉണ്ടാകുന്ന ഒരു സംഭവമായിട്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു കാമുകനാകുന്ന ഒരു സന്ദർഭം ഉണ്ട്. അതിൽ വളരെ എന്താ പറയുക, വിചിത്രമായ രീതിയിലാണ് അത് എൻഡ് ചെയ്തത്. ആ അനുഭവം പറയുന്നത്, അദ്ദേഹം ഒരു 2-3 ദിവസം അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിലോട്ട് കടന്നു പോകുന്ന ഒരു നല്ല സുന്ദരിയായ യുവതിയെ കാണുന്നു. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അയാൾ ആദ്യമായിട്ട് ഒരു അനുരാഗ തൽപ്പനമാണ് ആ യുവതിയിൽ. പക്ഷേ പിന്നീട് അദ്ദേഹം അറിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു, ഹിജഡ ആയിരുന്നു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ആ അനുഭവം വളരെ തീക്ഷ്ണമായിട്ട് ഇതിൽ പറയുന്നത്. അതാണ് ഞാനൊരു കാമുകിയുടെ നിലവിൽ. പക്ഷേ ആ എന്താ പറയുക, ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഹിജഡകളുടെ ഒരു അനുഭവം, അവരുടെ തീക്ഷ്ണമായ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും ഈ കൃതിയിൽ ബഷീർ പറയുന്നുണ്ട്. അപ്പം അത് എന്താ പറയുക, വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത എല്ലാതും വളരെ എന്താ പറയുക, ഒരു തരം ദ്വന്ദ്വ ഭാവത്തിലാണ്. നമ്മൾ വിചാരിക്കുന്ന ഒരു എൻഡിലല്ല, എപ്പോഴും ഒരു ട്വിസ്റ്റിലാണ് എല്ലാ അനുഭവങ്ങളും നടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു കാമുകനാണെന്നുള്ള രീതിയിലാണ് വരുന്നത്. കാമുകൻ്റെ ആ ഒരു അനുഭവം വളരെ തീക്ഷ്ണമായൊരു അനുഭവം. അതിനുശേഷം അങ്ങനെ അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുന്നു, അവിടെ നിന്ന് അദ്ദേഹം പോകുന്നു. ആ അനുഭവം തന്നെ ഒരു എന്താ പറയുക, അദ്ദേഹത്തിന് ഫിസിക്കലായിട്ടൊരു രോഗാതുരൊക്കെ ചെയ്യുന്നത്. ഗോണോറിയ എന്ന് പറഞ്ഞ ഒരു വളരെ എന്താ പറയുക വലിയൊരു രോഗം അദ്ദേഹത്തിന് പിടിപെടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു പിച്ചക്കാരൻ്റെ ഒരു ബഗ്ഗറിൻ്റെ പോലെ തെരുവുകളിൽ ജീവിക്കുന്ന സമയത്താണ് ഈ ഒരു അമ്മയുടെ തൊഴി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അമ്മയും കുട്ടി എന്ന് പറയുന്നത്, അത് എന്താ പറയുക, അമ്മയുടെ അടുത്ത് കിടക്കുന്ന ഒരു പിഞ്ചു കുട്ടിയെ ഇയാളൊരു പിച്ചക്കാരൻ്റെ അടുത്ത് കിടക്കുന്നത്. അപ്പോൾ അതും വളരെ ഇരുണ്ടമായൊരു തെരുവിലെ അവസ്ഥയാണ് കാണിക്കുന്നത്. ഇയാൾ എന്താ പറയുക, ജീവിതമാർഗ്ഗമില്ല, ജോലിയിലാണ് നടക്കുന്നു. അയാൾ കിടക്കുന്ന സമയത്ത് ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിനെ കാണുന്നത്, എന്താ പറയുക, ഉറുമ്പ് കടിച്ച് കിടക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞാണ്. ആ കുഞ്ഞിനെ അയാൾ എടുക്കുമ്പോഴാണ് ഇയാൾക്ക് അമ്മയുടെ ഒരു തൊഴി കിട്ടുന്നത്. തൊഴി എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ നോക്കുക എന്നിട്ടാണ് അമ്മ ഇയാളെ ചവിട്ടുന്നത്. പക്ഷെ അമ്മയുടെ തൊഴിലാണെങ്കിലോ നമ്മളൊരിക്കലും എന്താ പറയുക, ഒരു അമ്മയോ അല്ലെങ്കിൽ ഒരു വേശിയോ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഈ രണ്ട് ബിംബങ്ങളെയും അദ്ദേഹം അരൂപകമായിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്തിരിക്കുകയാണ് അവിടെ ആ ഒരു സിറ്റുവേഷനിൽ. എന്നിട്ട് അമ്മയുടെ തൊഴി ഏൽക്കുന്ന ഇയാൾക്ക് പിന്നെ ഇയാളുടെ സത്യം മനസ്സിലായിട്ട്, ഇയാൾ ഉറുമ്പിനെ കടിക്കുന്ന കുട്ടിയെ എടുത്തതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ സ്ത്രീ ഇയാൾക്ക് ഒരു 25 പൈസയുടെ ഒരു നാണയം ഇട്ടിട്ടാണ് ആ രാത്രി അവിടെ നിന്ന് പോകുന്നത്. അത് കിട്ടി, ആ 25 പൈസ കിട്ടിയതിന് ശേഷം ഇയാൾ പിന്നെ ആ തൊഴിക്ക് ശേഷം ഇയാളുടെ മനസ്സിൽ ഉണ്ടാവുന്ന ഭാവം എന്ന് പറയുന്നത്, അയാൾ കടൽത്തീരത്ത് പോയിരുന്നിട്ട് പിന്നെ അയാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഈ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിട്ട് അദ്ദേഹം കിടക്കണം. പിന്നെയാണ് ഈ റെയിൽപാളങ്ങളുടെ മുഴക്കം എന്ന് പറയുന്ന ഒരു ടൈറ്റിലിൽ അദ്ദേഹം എഴുതുന്നത്. ആള് ശരിക്കും റെയിൽപാളത്തിൽ തലവെച്ച് ആത്മഹത്യ ചെയ്യാൻ കിടക്കുകയാണ്. അങ്ങനെ കിടന്നിട്ട് ഇദ്ദേഹം അടുത്തടുത്ത് വരുന്ന ആ റെയിലിൻ്റെ അല്ലെങ്കിൽ തീവണ്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, തൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. അത്ഭുതം എന്ന് പറയട്ടെ, അതിങ്ങനെ മുഴങ്ങിയത് ഇങ്ങനെ അകന്നു പോവുകയും ചെയ്യാണ്. തൊട്ടപ്പുറത്ത് പാടുകൂടിയാണ് ട്രെയിൻ കടന്നു പോകുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ബഷീർ ഇവിടെ
തീർത്തും ദുഃഖപരിവേശമായിട്ട് നിർത്താതിന് പകരം അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ഒരു ഹോപ്പ് കൊടുത്തുകൊണ്ട് അദ്ദേഹം പിന്നെ ആ ഉദ്യമത്തിൽ പിന്തിരിഞ്ഞിട്ട് ആണ് അദ്ദേഹത്തിന് എന്താ പറയുക, ഈ കഥ ആരെങ്കിലും പറയണം, അദ്ദേഹത്തിന്റെ ഈ അനുഭവങ്ങൾ പറയണം എന്ന് വെച്ചിട്ടാണ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആ കഥ അവിടെ നിർത്തുന്നത്. അപ്പം അതിൽ 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഈ ജീവിതം ഇത്രയും ഇരുണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ ഡാർക്കായിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അവസാന നിമിഷം മരണത്തിൽ നിന്നും ഇയാൾക്ക് ഒരു ഹോപ്പ് കിട്ടി. ഹോപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്, ഒരു അവസരം എന്നുള്ള പോലെ തന്നെ. എന്നാൽ അയാൾ പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന രീതിയിലാണ് ഇത് കാണിക്കുന്നത്, പക്ഷേ തൻ്റെ അനുഭവങ്ങൾ പറയണം എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് എന്താ പറയുക, മലയാളത്തിൽ തന്നെ എഴുതപ്പെട്ട ഈ എന്താ പറയുക ഡോസ്റ്റോവസ്കിയുടെ നോട്ട്സ് ഫ്രം ദ അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഡാർക്കായിട്ടുള്ള അത്രയും രീതിയിലുള്ള ഒരു എഴുത്താണ് ഈ ബഷീർ. ആ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിലെ രൂപങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ അതിൽ പറയാനുള്ളത്, ഈ പറഞ്ഞ പോലെ ഹെമിംഗ്വേയുടെ കിഴവന് ഉണ്ടാകുന്ന ഒരു 183 തവണ ചൂണ്ടയിട്ടിട്ട് ഒരു മീനും കിട്ടാതെ ഹെമിയുടെ ആദ്യത്തെ ഇതിൽ തന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു എന്താ പറയുക, ഒരു ഹോപ്പ് കാണിക്കുന്ന രീതിയിലും ഒരു രൂപം കൂടെ നമ്മുടെ ബഷീർ ഈ കൃതിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഇനി ഇതിൻ്റെ വേറൊരു പ്രത്യേകം കൂടി പറയുകയാണെങ്കിൽ, ഇതിൽ വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് ഇതിൽ ഈ ഭൂമിയുടെ ചോരയാണ് വെള്ളം എന്ന് ബഷീർ അവിടെ ഉപയോഗിക്കുന്ന ഒരു രൂപകം. അത് പറയുന്ന ഒരു അവസ്ഥയും കൂടി നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ സ്നേഹിതന്റെ രോദനം, ശരിക്കും പറഞ്ഞാൽ ആ യുദ്ധത്തിനിടയിൽ അല്ലെങ്കിൽ എല്ലാ യുദ്ധങ്ങളും എന്താണെന്ന് വെച്ചാൽ ബഷീർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ലോകമാകുന്ന വീടിൻ്റെ ഒരു വശം തീ പിടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ മനുഷ്യ സമൂഹമാകുന്ന മനുഷ്യൻ്റെ ശരീരത്തിന് ഒരു വശം ചീഞ്ഞളിഞ്ഞു പോയിരിക്കുകയാണെന്നാണ് ബഷീർ പറയുന്നത്. അപ്പോൾ അതിനോട് സമാനമായിട്ട് ഈ യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ്റെ അവസ്ഥ അധികം വളരെ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിവരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള രൂപം കൊണ്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അവിടെ ഉണ്ടാവുന്നത് എങ്ങനെയാ വെച്ചാൽ, അദ്ദേഹം യുദ്ധത്തിനിടയിൽ കാണുന്നത് ഒരു സ്നേഹിതന് ഓടി വന്നിട്ട് എന്നെ കൊല്ലു എന്നാണ് വിളിക്കുന്നത്. ആ നിലവിളി രക്ഷിക്കൂ എന്നുള്ള നിലവിളിയല്ല. എന്താ വിളിക്കുന്നതെന്ന് വെച്ചാൽ എന്നെ കൊല്ലാനാണ് പറയുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാസ്റ്റ് ഉണ്ടായിട്ട് ദേഹമാസകലം പൊട്ടിച്ചിതറി മൊത്തം തോലും എന്താ പറയുക പൊള്ളി നശിച്ച് ശരീരത്തിൽ നിന്ന് ചോരമാണ്, അദ്ദേഹത്തിൻ്റെ ലിംഗത്തിൽ നിന്ന് ഉതിർന്നു വീരുന്ന ചോര നോക്കിയിട്ടാണ് ബഷീർ ഇത് എഴുതിയിട്ടുള്ളത്, ഭൂമിയുടെ ചോരയാണ് വെള്ളം എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അത്രയും തീക്ഷ്ണമായ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ വാക്ക് ഉപയോഗിക്കുന്നത്, ഭൂമിയുടെ ചോരയാണ് വെള്ളം എന്നുള്ളത്. അങ്ങനെ കാണുന്ന ഈ പട്ടാളക്കാരന് എല്ലാം, അതായത് ഭൂമിയിൽ കാണുന്ന എല്ലാം ശരിക്കും പാപ പങ്കിലുമായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഭൂമിയിൽ ഏറ്റവും അധികം ഉള്ളതാണ് വെള്ളം. അപ്പം അത് തന്നെ ഒരു പാപത്തിൻ്റെ പങ്കിലമായ കാര്യമാണെന്ന രീതിയിൽ ധ്വനിപ്പിക്കാനായിട്ട് അത്രയും ശക്തമായ രൂപമാണ് ബഷീർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളത്തിലുണ്ടായ വൺ ഓഫ് ദ മോസ്റ്റ് ഡാർക്ക് റൈറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ പറയുന്ന പോലെയല്ല, അത് എഴുതി ഒരു 1.5 പേജ് ഈ സ്നേഹിതൻ്റെയും ആ യുദ്ധത്തിനെയും വർണ്ണിക്കുന്നുണ്ട് ബഷീർ ഇതിൽ. വളരെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു ബാധകമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ ഈ എന്താ പറയുക ഇരുണ്ട കട്ട പിടിച്ച ഇരുണ്ട ഭാഗത്ത് നിന്ന് നമുക്ക് വേണമെങ്കിൽ അടുത്ത സെഷനിലേക്ക് ഒന്ന് കിടക്കാം. ഇത് എന്താ പറയുക നിറങ്ങൾ പാടുമ്പോൾ എന്ന അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ വേറൊരു ശൈലികൾ അല്ലെങ്കിൽ വേറൊരു ബിംബവൽക്കരണത്തെക്കുറിച്ചുള്ള ഭാഗമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഇതിൽ ആദ്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബഷീറിൻ്റെ സംഗീത താല്പര്യത്തെക്കുറിച്ച്. ഒരുപക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പല ഇൻ്റർവ്യൂവിൽ തന്നെ, ശരിക്കും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഏറ്റവും സവിശേഷമായ കല അത് സാഹിത്യമല്ല എന്നാണ് പറയുന്നത്, അദ്ദേഹത്തിന് ഇഷ്ടം സംഗീതമാണെന്നാണ് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കൃതികളിലും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അത് നാദബ്രഹ്മത്തിൻ്റെ അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ ശബ്ദങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ഘോഷണം പല കൃതികളിലും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അത്ഭുത സംഭവം എന്നുള്ള ഒരു കൃതിയിൽ ഞാൻ കാണുന്ന ഒരു, നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അതിൽ ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു അത്ഭുത സംഭവം കൊണ്ട് തുടങ്ങുന്ന ഒരു കൃതിയുണ്ട്. നിങ്ങൾ ആരെങ്കിലും നീല വെളിച്ചം വായിച്ചിട്ടുണ്ടെങ്കിൽ അത് തുടങ്ങുന്നത് അങ്ങനെയാണ്. ഞാനിത് പറയുന്നത് ഒരു അത്ഭുത സംഭവം എന്ന്, അത്ഭുതം കുറിക്കാനാണെന്ന് കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഒരുപക്ഷെ നിങ്ങൾ സിനിമയുടെ കാര്യം ഞാൻ പറയുന്നില്ല, മലയാളത്തിലുണ്ടായ ഏറ്റവും നല്ല പാട്ടുകൾ അതിലുണ്ട് അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൽ തന്നെ. അപ്പോൾ ഞാൻ പറയാമെന്ന് വെച്ചാൽ അതിൽ ഈ നീല വെളിച്ചത്തിൽ അദ്ദേഹം കഥ തന്തു വളരെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുക വീടന്വേശ്വരൻ എന്നൊരു ഖാദികൻ തന്നെയാണ് അതിലെ ആള്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അവിടെ ഒരു ഒരു മരണം നടന്നിട്ട് ആ വീടാണ്, അപ്പോൾ ആരും വാടകയ്ക്ക് പോകാത്തൊരു വീടാണ്. അവിടെ വന്നിട്ട് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ
അവസാനമാണ് ഈ അനുഭവം പറയുന്നത്. എന്താ വെച്ചാൽ എന്താ പറയുക, അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഒരു നീല വെളിച്ചമാണ് ആ റൂമിൽ കാണുന്നത്. അദ്ദേഹത്തിന് എന്താ പറയുക, അത്ഭുതകരമായിട്ടുള്ള ഒരു നീല വെളിച്ചം അദ്ദേഹം കാണുന്നുണ്ട്. അത് അദൃശ്യമായ ആ ഭാർഗവി എന്ന മരണപ്പെട്ട സ്ത്രീയുടെ ഒരു അനുഭവം, അതായത് അദൃശ്യമായ ഒരു സമീപ്യം അവിടെ അനുഭവപ്പെട്ട രീതിയിലുള്ള ഒരു അനുഭവമാണ് അദ്ദേഹം അവിടെ കാണിക്കുന്നത്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്ന ചില മിശ്രണങ്ങളും പറയുന്നത്, ഒന്ന് പറയുന്നത് ആ ഒരു ഗാനം ആള് അതിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ആ എഴുത്തിലല്ല, അദ്ദേഹം ഭാർഗവി നിലയത്തിൽ ആ ഒരു കാര്യം, അതായത് എന്താ പറയാ, നീല നിറത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഗാനത്തിലെ സംഗീതത്തിന്റെ നിറം കൂടി അതിൽ മിക്സ് ചെയ്തിട്ട് അതിൽ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതൊരു പ്രത്യേക ശൈലിയായിട്ട് തോന്നിയിരിക്കും. അതുകൊണ്ട് ഞാനത് അതിൽ ഉപയോഗിച്ചത് ഒരു നീല വെളിച്ചം എന്നുള്ള അത് തന്നെ ആ എന്താ പറയുക, ശബ്ദവും എന്താ ദൃശ്യവും ഒരുമിച്ച് കാണുന്ന ഒരു അനുഭൂതി അത് അധികം പല പല കൃതികളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൃതിയിൽ അതൊരു ഒരു എന്താ പറയുക, ഒരു ഉപകമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് ഞാനത് നോട്ട് ചെയ്തു. രണ്ടാമത്തെ ഒരു കൃതിയിലും ഞാനിത് കണ്ടത്, പല കൃതികളും അധികം ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ വേറൊരു കൃതിയിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാചകം നോക്കൂ. ഇളം നീല നിറത്തിൽ ആടിക്കുഴഞ്ഞു വരുന്ന മാദക മനോഹര ഗാനമേ. ഇത് അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു കൃതിയൊന്നുമല്ല, പക്ഷെ അതില് വളരെ രസകരമായ ഒരു സന്ദർഭത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. 3 ചെറുപ്പക്കാർ ഇരുന്ന് മദ്യപിക്കുമ്പോൾ അവരാ ലഹരിയിൽ പങ്കജ് മല്ലിക്കിന്റെ പാട്ട് കേട്ടിട്ട് അതിൽ ഒരാള്, പാപ്പച്ചൻ എന്ന് പറയുന്ന ഒരാൾ പറയുന്നതാണിത്. പക്ഷെ ഇത് വാസ്തവത്തിൽ നമുക്ക് ബഷീറിന്റെ തന്നെ അദ്ദേഹം, നിങ്ങൾക്കറിയാം, അദ്ദേഹം എന്താ പറയുക, ഗസൽ കേൾക്കുന്ന അല്ലെ, സോജാ രാജകുമാരി, നിങ്ങളെല്ലാവരും കേട്ടിരിക്കും. ആരെങ്കിലും പാട്ടുണ്ടെങ്കിൽ, പ്രവീൺ ഉണ്ടെങ്കിൽ ഞാനത് പാടിക്കാമെന്ന് വിചാരിച്ചായിരുന്നു കൂടെ, സോജാ രാജകുമാരി. അല്ലെങ്കിൽ അപർണ ഉണ്ടെങ്കിൽ ഈ എന്താ പറയുക, അവിടെ നീല വെളിച്ചത്തിലെ പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ടുവരും എന്നുള്ള വളരെ മനോഹര പാട്ട് പാടിക്കാൻ പറ്റിയൊരു സന്ദർഭമാണ്. പക്ഷെ എന്തായാലും രണ്ടുപേരും ഇല്ല ഇവിടെ. അപ്പം നോക്കൂ, ആ ഒരു എന്താ പറയുക, ആ പ്രയോഗം നോക്കും. നീല നിറത്തിൽ ആടിക്കുഴഞ്ഞു വരുന്ന മാദക മനോഹര ഗാനമേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ജീവിതത്തിന്റെ ലഹരി തന്നെ ബഷീർ എഴുതി വെക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ അതില് 2-3 കാര്യങ്ങൾ എനിക്ക് ഇത് ഈ സംഗീതത്തോട് പുറമെ ആ കൃതിയിൽ, അത് താര സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു കൃതിയിലാണ് ഈ ഒരു ഇതുള്ളത്. പക്ഷെ ഈ സംഭവം ആ കൃതിയും സംഗീതമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇത് 3 പേരുടെ ഒരു അവസ്ഥയെക്കുറിച്ച് എഴുതിയത് മാത്രമേ ഉള്ളൂ. അത് ആ പാട്ട് കേൾക്കുന്ന ഒരു സന്തോഷത്തിൽ പറയുന്ന ഒരു കാര്യം മാത്രമാണ്. പക്ഷേ ആ കൃതിയിലെ 2-3 കാര്യങ്ങളോട് പറയാൻ തന്നെ ഞാൻ മനസ്സിലായി. അതിലൊരു 3 ക്യാരക്ടറുള്ള ഒരാളുടെ പേര് പ്രേം രഘു എന്നാണ്. പ്രേം രഘു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ PK രഘുനാഥൻ എന്നുള്ള പേരാണ്. ആള് പ്രേം രഘു ആകുന്ന ഒരു കഥ പറയുന്നുണ്ട്. ഇത് കോളേജിൽ പഠിക്കുമ്പോൾ ആള് എന്താ പറയുക, 19 പ്രേമലേഖനം ഉണ്ടാക്കും. ഒരു പ്രേമലേഖനം എഴുതിയിട്ട് 19 കോപ്പി എടുക്കും. എന്നിട്ട് എല്ലാവർക്കും ഒരേ കഥ കൊടുക്കുന്നത്. അപ്പോൾ ഒരു 12 എന്താ പറയുക കൂട്ടുകാരികൾക്ക് ആൾ ഈ പ്രേമലേഖനം കൊടുക്കും. അങ്ങനെ പക്ഷെ ഒരേ പ്രേമലേഖനം കൂട്ടുകാരികൾ നിന്നിട്ട് എന്തെങ്കിലും ചെയ്ത് പ്രിൻസിപ്പളിന് കൊണ്ടുപോയി കംപ്ലൈൻറ്റ് ചെയ്യും. അതായത് ഒരേ പ്രേമലേഖനം കണ്ടപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, അതൊരു ആ ഇതിൽ അങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ആളെ പിടിക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 12 പ്രേമലേഖനങ്ങൾ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ, പിന്നെ 7 പ്രേമലേഖനം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ റൂമിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അങ്ങനെ അതായത് പല ചൂണ്ടകളിൽ പൊരുത്തുന്ന അല്ലെങ്കിൽ ചൂണ്ടയുള്ള ആളുകളിലേക്ക് പ്രേം രഘു എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്ന ഒരു ക്യാരക്ടർ അതിലുണ്ട്. എന്ന് മാത്രമല്ല അത് ഈ എന്താ പറയുക, ഈ ചെറുപ്പക്കാരുടെ ആംബിഷ്യസ് ആയിട്ടുള്ള അവരുടെ ഒരു ബിസിനസ് സംരംഭത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കഥയും കൂടി അതിലുണ്ട്. അതിൽ വാസ്തവത്തിലൊരു സിഗരറ്റ് നിർമ്മാണ ഫാക്ടറി ഉണ്ടാക്കാനായിട്ട് വരുന്ന പാപ്പച്ചൻ എന്ന് പറഞ്ഞ അയാളുടെ സുഹൃത്താണ് ഈ പ്രേം. അയാളുടെ വീട്ടിൽ വന്നിട്ട് ഇയാളുടെ കയ്യിൽ, രഘുവിൻ്റെ കയ്യിൽ ഒരു സിഗരറ്റ് ആകുന്ന യന്ത്രം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അത് ഒരു നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി വരുന്നതാണ്. പക്ഷെ ആക്ച്വലി ആ യന്ത്രം എന്ന് പറയുന്നത് ഒരു സോപ്പ് കുട്ടി പോലത്തെ അയാളൊരു വലിയൊരു യന്ത്രം കുറേ യന്ത്രം കണ്ടിട്ട് അങ്ങനെ വന്നിട്ട് അവസാനത്തെ ഒരു സെന്റൻസ് ഉണ്ട് അതിൽ. അതായത് എന്താ പറയുക, ആനവേട്ടയ്ക്ക് വന്നിട്ട് കിട്ടിയതൊരു മൂട്ട എന്ന് പറഞ്ഞിട്ടാണ് ബഷീർ അത് നിർത്തുന്നത് ആ കൃതിയിൽ. വളരെ ഒരു നർമ്മ രസമായിട്ടൊരു കൃതിയാണ്, കിട്ടിയിട്ട് വായിച്ചു നോക്കും. പക്ഷെ അതിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, നിറങ്ങൾ പാടുന്ന ഒരു വശ്യമായൊരു എന്താ പറയുക രചനാ ശൈലി, അതായത് സംഗീതത്തിൻ്റെ അതിന് പുറമെ 2 പോയിന്റ് കൂടി വേണമെങ്കിൽ പറയാം. അതായത് ബഷീർ, ഞാൻ നേരത്തെ പറഞ്ഞു ബഷീറിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, അതായത് സാഹിത്യക്കാളും അധികം സംഗീതത്തിനെ സ്നേഹിച്ചിരുന്നു പറഞ്ഞു. എന്ന് മാത്രമല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ വേറൊരു ഇത് അനർഘ നിമിഷത്തിൽ ഞാൻ തോന്നുന്നു നോക്കൂ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. എന്താ പറയുക, അത്ഭുത രഹസ്യത്തിന് അജ്ഞാതമായ അതിരിൽ ഞാൻ എത്തി ചെന്ന പോലെ ഇതാ ഒരു മുഴക്കം. നോക്കൂ, ആരംഭത്തെക്കുറിച്ചാണ് പറയുന്നത്. സൃഷ്ടിയുടെ ആരംഭം തന്നെ നമുക്കറിയാലോ ഒരു ശബ്ദത്തിൽ നിന്നാണ്. അപ്പൊ ശബ്ദത്തെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും പറയുന്നതാണ് നാദബ്രഹ്മത്തിന്റെ അനന്തമായ വിഭ്രമം. അപ്പൊ ഈ സംഗീതത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മിക്ക കൃതികളും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉപമകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ശൈലി കാണാനായിട്ട് കഴിയും. അപ്പൊ അദ്ദേഹം ശബ്ദങ്ങളെയും നാദങ്ങളെയും സംഗീതത്തെയും വളരെയധികം സ്നേഹിച്ചിട്ടുള്ള ആളാണ്. എന്ന് മാത്രമല്ല നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹിന്ദുസ്ഥാനി സംഗീതമാണ്. സൈഗാളിൻ്റെ സോജാ രാജകുമാരി ഉണ്ട്,
പക്ഷേ അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ശബ്ദം എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ പറയുന്നത് പോൾ റോബ്സന്റെ ശബ്ദമാണ് അദ്ദേഹം കൂടുതൽ ഇഷ്ടപ്പെടുന്ന പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഗായിക MS സുബ്ബലക്ഷ്മിയുടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കാറ്റിലെ വരും ഗീതം എന്ന് പറഞ്ഞ സുബ്ബലക്ഷ്മിയുടെ ഒരു കീർത്തനമാണ് കീർത്തനല്ല, ആ ഗാനമാണ് അദ്ദേഹത്തിന് ഇഷ്ടമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് വാസ്തവത്തിൽ ഈ നമ്മുടെ നീലവെളിച്ചം കൃതിയിൽ തന്നെ അദ്ദേഹത്തിനുള്ള എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള റെക്കോർഡുകളെ കുറിച്ച് ഇവരുടെ ഈ 4 പേരെയും അതിൽ കാണിക്കുന്നുണ്ട്. അദ്ദേഹം റെക്കോർഡും സുബ്ബലക്ഷ്മി വെക്കുന്നതൊക്കെ അതിൽ പറയുന്നുണ്ട്. നീലവെളിച്ചത്തിൽ തന്നെ എഴുതുന്നുണ്ട് ആൾ. അത് ആ നീലവെളിച്ചം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് ഏതൊക്കെ ഇഷ്ടം എന്നുള്ളത്. ശരിക്കും ബഷീറിൻ്റെ തന്നെ ഒരു ബയോപിക് ആയിട്ടുള്ള പോലത്തെയാണ് അത്. അപ്പം അങ്ങനെ നമ്മൾ എന്താ പറയുക, നിറങ്ങൾ പാടുന്നതിൽ കഴിഞ്ഞ് നിറങ്ങളുടെ വർണ്ണരാജിയായിട്ടുള്ള പൂന്തോട്ടങ്ങളിലേക്ക് നമുക്ക് പോകാം. അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ബിംബങ്ങൾ. ഞാൻ അദ്ദേഹത്തിൻ്റെ വേറൊരു കൃതിയിലെ ഒരു വാചകം ഇവിടെ കടെടുക്കല്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കൂ, ഭൂമിയുടെ മന്ദഹാസമായി പൂക്കൾ വിരിയുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് എത്ര രസകരമായിട്ടാണ് നേരത്തെ നമ്മൾ കണ്ടു. എന്താ പറയുക, ഭൂമിയുടെ ചോരയാണ് വെള്ളം എന്ന് പറഞ്ഞ പോലെ തന്നെ ഭൂമിയുടെ മന്ദഹാസമായിട്ട് ആണ് പൂക്കൾ വിരിയുന്നത് എന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ബിംബ ഭംഗി ആലോചിക്കുക. ഇത് എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ചിരിക്കുന്ന മരപ്പാവ് അങ്ങനെ ഏതോ ഇതിലുള്ളൊരു പ്രയോഗമാണത്. ഇതിൽ ഞാനപ്പോൾ ചില പൂക്കൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ആ പൂവിന് എന്തായാലും നിങ്ങൾക്ക് ഒരു പക്ഷേ ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും നോക്കുക. ആ പൂ എന്തായാലും എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അത് ഏത് കൃതിയെ ബന്ധപ്പെട്ടിട്ടായിരിക്കും ആ പൂവ്, ചെമ്പരത്തി എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മദൻ സാറിന് പറയാൻ പറ്റുമോ? ചെമ്പരത്തി ഓക്കെ. ബാല്യകാലസഖി വായിച്ചിട്ടുണ്ടോ? ഇല്ലേ? അതിൽ എന്താ പറയുക, നിങ്ങൾക്ക് അത് അതായത് മജീദ് അല്ലേ, കാല് നഷ്ടപ്പെട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ട് അദ്ദേഹം ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ, സുഹറ പണ്ട് വെച്ച ആ ഒരു ചെമ്പരത്തി മരം പൂത്ത് നിറയെ പൂക്കളായിരുന്നല്ലോ. അതിനെക്കുറിച്ച് ഒരുപക്ഷെ ബാല്യകാലത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നവരുണ്ട്. ഓരോ വാചകങ്ങളിലും രക്തം കിനിയുന്ന എഴുത്ത് എന്നാണ് പിൻകാലങ്ങളിലെ എല്ലാ നിരൂപകരും പറഞ്ഞൊരു കൃതിയാണ് ബാല്യകാലസഖി. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അദ്ദേഹം ഉപയോഗിച്ച ഈ ബിംബം, അതിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ബാല്യകാലസഖിയിലെ അതേ വാക്കുകൾ ഞാൻ പറയാം. അതുകൊണ്ട് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ തന്നെ വായിക്കാം. ഞാൻ പറഞ്ഞിട്ട് നല്ലത് നോക്കൂ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതായത് ഈ എന്താ പറയുക, മജീദ് വന്നിരുന്നിട്ട് ഞാൻ ആലോചിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ വരികയാണ്. പച്ചിലക്കാടുകളിൽ ചോര പൊട്ടിച്ചിതറി നിൽക്കുന്നത് പോലെ ഒരിക്കലും ഒഴിയാത്ത ചമപ്പായ പൂക്കൾ. എന്നാലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന് മജീദിൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകളാണ് ഇതിൽ എഴുതിയുള്ളത്. അതായത് എന്താ പറയുക, ചോര പൊട്ടിച്ചിതറി നിൽക്കുന്നത് പോലെ ഒരിക്കലും ഒഴിയാത്ത ചമപ്പായ പൂക്കൾ. അദ്ദേഹത്തിൻ്റെ അത് സുഹറ മരിച്ചു, അല്ലെങ്കിൽ സുഹറ വേറെ കല്യാണം കഴിച്ചു പോയി, ആ സുഹറ വെച്ച ചെടി, അതിനെക്കുറിച്ച് ഉപയോഗിക്കുന്ന ബിംബവൽക്കരണമാണ്. ഇതൊരു പ്രേമത്തിൻ്റെ എന്താ പറയുക, സൗകുമാര്യമായിട്ടുള്ളൊരു ബിംബവൽക്കരണം അല്ല ഇവിടെ ഈ പൂവിനുള്ളത് അദ്ദേഹത്തിൻ്റെ നഷ്ടങ്ങളുടെയോ അല്ലെങ്കിൽ ആ ഓർമ്മകൾ ഒരിക്കലും ഒഴിയാത്ത നിൽക്കുന്ന കടും ചുമപ്പായ പൂക്കളിനെയാണ് ബിംബവൽക്കരിക്കുന്നത് ഇവിടെ. അപ്പം ഓക്കെ, അത് ഞാൻ അവിടെ നിർത്തുകയാണ്. പക്ഷെ അത് എന്താ പറയുക, ആ ബിംബ ഭംഗി നമുക്ക് ആസ്വദിക്കാം ആ എഴുത്തിൽ തന്നെ. ഇനി രണ്ടാമത്തെ പൂവ്, അത് ഒരു പക്ഷേ ഒരു എന്താ പറയുക, അദ്ദേഹത്തിന് പല സ്ഥലത്ത് ഈ പനിനീർ പൂക്കളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ഇത് അദ്ദേഹത്തിൻ്റെ ഈ അനർഘ നിമിഷം എന്ന് പറയുന്ന ഒരു നോവലേറ്റിലെ ഒരു ഭാഗത്ത് അദ്ദേഹം എന്താ പറയുക, ഏകാന്തതയുടെ അപാര തീരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈറ്റിൽ ഉണ്ട്. അതിൽ അദ്ദേഹം ഇങ്ങനെ പ്രേമം അല്ലെങ്കിൽ അതിൻ്റെ ഭാവുകത്തിനെ കുറിച്ച് ഒരു മിസ്റ്റിക് റൈറ്റിങ്ങിൽ ഇങ്ങനെ വെറുതെ എഴുതി പോകുന്ന കുറച്ച് പാരഗ്രാഫുകളുണ്ട്. അതിൽ അദ്ദേഹം ധ്വനിപ്പിക്കുന്ന ഒരു ഇതുണ്ട്. ഞാൻ അതും എഴുതി കൊണ്ടുണ്ട്. അത് ഞാൻ നേരെ വായിക്കായിരിക്കും നല്ലത്, ഞാൻ പറയണേക്കാട്ടും. ആ പാരഗ്രാഫ് ഇങ്ങനെയാണ്: കന്യകേ, നിന്റെ കണ്ണുകളിൽ നിന്നാണ് അറിവിൻ്റെ ആദ്യ കിരണം എൻ്റെ ഹൃദയത്തെ ചുംബിച്ചത്. തന്നെയുമല്ല, നിന്റെ സാന്നിധ്യത്തിൽ മറ്റുള്ള മുഖങ്ങളെല്ലാം നിഷ്പ്രഭമായി മാറുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ആ പൂവ് നീ എന്തു ചെയ്തു? അപ്പോൾ കനിക പറയാണ്, ഏത് പൂവ്? രക്തനക്ഷത്രം പോലെ കടും ചമപ്പായ ആ പൂവ്. ഓ അതോ, അതെ, അതെന്തു ചെയ്തു? അപ്പോൾ കനിക പറയാണ്, തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്നത് എന്തിനാണ് അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ പറയാണ്, ചവിട്ടി അരച്ചു കളഞ്ഞോ നീ എന്നറിയാൻ.
എന്നാ പറയുന്നത്. കളഞ്ഞെങ്കിൽ എന്ത്? അതിൻ്റെ മറുപടിയാണ്, ശ്രദ്ധിക്കുക. കളഞ്ഞെങ്കിൽ എന്ത്? ഓ ഒന്നുമില്ല, അതെൻ്റെ ഹൃദയമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത്. നോക്കുക, ആ ബിംബഭംഗി, അതായത് ആ പനിനീർപ്പൂവ് അദ്ദേഹത്തിൻ്റെ ഹൃദയമായിരുന്നു എന്നാ പറയുന്നത്. അപ്പോൾ വേറൊന്നും ഞാൻ പറയുന്നില്ല, ആ ബിംബഭംഗി നമുക്ക് ആസ്വദിക്കാമെന്ന് വിചാരിക്കുന്നു. അടുത്തതും പൂവ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതൊരു പക്ഷേ ഇങ്ങനെ എന്താ പറയുക, വേറൊരു രീതിയിലാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഗസ്യാവുന്നതായിരിക്കും, എന്താ പറയുക, നിഷ്കളങ്കമായ ഒരു പെൺകുട്ടിയുടെ, അല്ലെങ്കിൽ കുഞ്ഞിപ്പാത്തുമ്മ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ മനോവികാരങ്ങളെ മനോഹരമായിട്ട് സന്നിവേശിപ്പിച്ച ഒരു കൃതിയാണ് എൻ്റെ ഉപ്പ കാണുന്നുണ്ടായിരുന്നുള്ളത്. അതിൽ എന്താ പറയുക, കുരുവികളും കുളങ്ങളും മരങ്ങളും ഒക്കെ നിറഞ്ഞു നിന്ന, പൂക്കൾ നിറഞ്ഞു നിന്ന കുഞ്ഞിപ്പാത്തുമ്മയുടെ ഒരു ചെറുപ്പക്കാരനെ കണ്ടതിന് ശേഷം അവളുടെ മനോവികാരത്തിൽ അവള് എന്താ പറയുക, മനസ്സിൽ വിരിഞ്ഞ ആ എന്താ പറയുക സൗകുമാര്യതയുടെയും അല്ലെങ്കിൽ ആ സൗഭാഗ്യത്തിൻ്റെയും ഒരു വികാരത്തിനെ പ്രതിനിധാനം ചെയ്യാനായിട്ട് അദ്ദേഹം ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അവൾ അയാളെ കണ്ടതിന് ശേഷം, നിസാർ അഹമ്മദിനെ കണ്ടതിന് ശേഷം ഒരു ഇലയിലെ കുറച്ച് മുല്ലപ്പൂക്കളും പറിച്ചുകൊണ്ടാണ് അവൾ എന്താ പറയുക സന്തോഷകരമായ ഒരു മനസ്സുമായിട്ട് വീട്ടിലേക്ക് നടക്കുന്ന ഒരു രംഗമുണ്ട്. അത് വളരെ മനോഹരമായിട്ട് ആ ഒരു എന്താ പറയുക മുല്ലപ്പൂവിൻ്റെ എന്താ പറയുക ആ മണവുമുണ്ട്, ആ സൗകുമാര്യതയും എഴുതി ചേർത്തുകൊണ്ട് അധികം വളരെ മനോഹരമായിട്ട് ആ ഒരു ബിംബഭംഗിയോടെ കാണിക്കുന്നുണ്ട്, അതിനെ ധ്വനിപ്പിക്കുന്ന. അപ്പോൾ പൂക്കളുടെ ഒരു അദ്ദേഹം എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ഒരു ഉദാഹരണം പറഞ്ഞതുള്ളൂ. ഇത്തരം എന്താ പറയുക ബിംബഭംഗികൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ കൃതികളും ഒരു വർഷം കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ പൂക്കളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി പൂന്തോട്ടത്തെ കുറിച്ചും പറയാം, പക്ഷേ അത് നമ്മൾ വളരെ 1-2 വാചകങ്ങളിൽ പറയാം. ഞാൻ വാസ്തവത്തിൽ ബഷീർ മാത്രമല്ല, പ്രത്യേകിച്ചും എല്ലാ കലാകാരന്മാരും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതായത് പൂക്കൾ അല്ലെങ്കിൽ ഉദ്യാനങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു വളരെ എന്താ പറയുക പർദീസ, പ്രത്യേകിച്ചും പേർഷ്യൻ എഴുത്തുകളാണ് ഏറ്റവും കൂടുതൽ ഈ ഉദ്യാനം അല്ലെങ്കിൽ പർദീസ എന്നുള്ള ഒരു കൺസെപ്റ്റ് മിക്സ് ചെയ്തിട്ട് വരുന്നത്. പ്രധാനമായിട്ടും അതൊരു എന്താ പറയുക പുനർജനിയുടെ അല്ലെങ്കിൽ നമ്മുടെ നൈരന്തര്യത്തിൻ്റെ അപാരതയുടെ അനന്തതയുള്ള ജീവന്റെ ആവർത്തനങ്ങളുടെ അല്ലെങ്കിൽ നൈരന്തര്യത്തിന് ഒരു സാക്ഷ്യപത്രം, അല്ലെങ്കിൽ അതാണ് ഉദ്യാനം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഭൂരിഭാഗം പഴയ എഴുത്തുകാർ തന്നെ. ഇപ്പോൾ ബഷീർ എന്നല്ല, ഇപ്പോൾ റൂമി മുതലായിട്ടുള്ള പഴയ കവികൾ, പേർഷ്യൻ കവികൾ, ഒരുവിധം എല്ലാ ഇപ്പം ഏത് പ്രദേശങ്ങളിലെ എഴുത്തുകാരായാലും നമുക്കറിയാം പൂന്തോട്ടത്തെ പല രീതിയിലും ബിംബവൽക്കരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല അതിൽ അങ്ങനെ പറയുമ്പോൾ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ എന്താ പറയുക വിശ്വത്തിൻ്റെ പ്രകൃതി അല്ലെങ്കിൽ വിശ്വപ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക സൂക്ഷ്മമായ ജഗത്ത്, പിന്നെ മനുഷ്യർ, ഇവർ തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരു 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 സഹവർത്തിത്വം, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക വാക്ക് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗഹന സൗരഭ്യം എന്നുള്ള വാക്ക് തന്നെ പറയാം. അങ്ങനെ അതൊരു എന്താ പറയുക നിരൂപണത്തിൽ ഞാൻ കണ്ടതാണ്. ഗഹന സൗന്ദര്യവും സൗരഭ്യമായിട്ടുള്ള ഒരു ഉദ്യാന ബിംബങ്ങൾ നമ്മൾ ബഷീർ വളരെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉദ്യാനം എന്നുള്ളത് അതിൻ്റെ ഒരു ഇതാണെങ്കിൽ, ഈ പ്രണയം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ജീവിത വിരക്തിയിൽ അല്ലെങ്കിൽ ഏകാന്തതയുടെ വിരസതയിൽ നിന്ന് ഉള്ള വിമോചനത്തിൻ്റെ ഒരു സാധ്യതയാണ് പ്രണയം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 ബിംബങ്ങൾ, ഉദ്യാനം എന്നുള്ളത് നമ്മുടെ നൈരന്തര്യത്തിൻ്റെ ഒരു ബിംബമാണെങ്കിൽ, അല്ലെങ്കിൽ പുനർജനിയുടെ അപാരതയെ ധ്വനിപ്പിക്കുന്ന ഒരു ബിംബമാണെങ്കിൽ, പ്രണയം എന്നുള്ളത് നമ്മുടെ ജീവിത വിരസതയിൽ അല്ലെങ്കിൽ ഏകാന്തതയുടെ വിരസതയിൽ ഉണ്ടാകുന്ന ഒരു വിമോചനം, അതിൻ്റെ സാധ്യത എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ബിംബമായിട്ടാണ് പ്രത്യേകിച്ച് ഒരു പേർഷ്യൻ സങ്കല്പങ്ങളിൽ അല്ലെങ്കിൽ ബഷീർ സങ്കല്പം നമുക്ക് കാണാൻ പറ്റും. അത് ഞാനൊരു ചെറിയ എക്സാമ്പിളിലൂടെ പറയാൻ പറ്റും. ഒരു പക്ഷേ ഈ പ്രണയബിംബങ്ങൾ ഞാൻ കാണിച്ചു ഇങ്ങനെയുള്ള അല്ലേ, ഒരു കഥയിലെ അദ്ദേഹത്തിൻ്റെ പ്രണയബിംബം എന്ന് പറയാവുന്നത് ചുള്ളിക്കമ്പുകളാണ്. ഏതാവുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കും അല്ലേ. മതിലുകളിൽ നാരായണിയുടെ പ്രണയത്തിൻ്റെ ഒരു ബിംബം എന്ന് പറയുന്നത് ചുള്ളിക്കമ്പുകളാണ്. അപ്പോൾ നോക്കുമ്പോൾ പ്രണയത്തിന് ഇനി എന്താണ് മതിലുകളുടെ അവസാനം പറയുന്നത്? ഈ ജയിലിന് പുറത്ത് കടന്നിട്ട് ബഷീർ എന്ന നായകൻ തന്നെ പറയുന്നത് വൈ ഷുഡ് ഐ നീഡ് ദിസ് ഫ്രീഡം എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് എന്തിന് സ്വാതന്ത്ര്യം വേണം, ഈ സ്വാതന്ത്ര്യം എനിക്ക് എന്തിനു വേണമെന്ന് ചോദിക്കുന്നത്. ശരിക്കും അത് എന്താ പറയുക നമുക്കുള്ളൊരു ട്വിസ്റ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അത് എന്തുകൊണ്ടാണ് അവിടെ ജയിലിൽ പുറത്ത് കിടന്ന ഒരാൾ ഈ സ്വാതന്ത്ര്യം എനിക്ക് എന്തിനു വേണം ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഈ പ്രേമമാകുന്ന വിമോചനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സാധ്യത ഇവിടെ ഈ നാരായണയുടെ ചുള്ളിക്കമ്പുള്ളിൽ ഈ ജയിലിൽ കിടക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് ജയിലിന് പുറത്തുള്ള ഒരു സ്വാതന്ത്ര്യം ബഷീർ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും പ്രണയത്തിൻ്റെ ആ ബിംബം, അതായത് വിരസതയുടെ ഏകാന്തതയുടെ വിരസതയിൽ നിന്നും ഉള്ള ഒരു മോചനമായിട്ട് നമ്മൾ പ്രണയത്തെ കാണുകയാണെങ്കിൽ ആ ചോദ്യം, മതിലുള്ള ചോദ്യം
ശരിയായൊരു ചോദ്യം. ഓക്കെ, അത് പറഞ്ഞ് ഞാൻ ആ ബിംബത്തിൻ്റെ ഇതിൽ നിർത്തുന്നു. നമുക്ക് അടുത്ത ഒരു ഇതിലേക്ക് പോവാം. എന്താ പറയുക, അപ്പം ഞാൻ ഈ പൂക്കളുടെ നിന്ന് വേറൊരു ഇതിലേക്ക് പോവാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ബഷീറിൻ്റെ കൃതികളിലെ വേറൊരു സവിശേഷത, അദ്ദേഹം എന്താ പറയുക, വെറുതെ ഒരു പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആകുലനായിട്ടുള്ള ഒരു കലാകാരൻ അല്ലെങ്കിൽ കഥാകാരനല്ല. അദ്ദേഹം പ്രശ്നങ്ങൾ വളരെ ശക്തമായിട്ട് അവതരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങളുടെ സമാധാനങ്ങളും അല്ലെങ്കിൽ ആ പ്രശ്നപരിഹാരവും വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് പ്രശ്നപരിഹാരങ്ങൾ, ഈ പ്രശ്നത്തിൻ്റെ സമാധാനങ്ങൾ തന്നെ ഈ ടൈറ്റിലിട്ടത്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അപ്പോൾ വീണ്ടും ഞാൻ പറയണു, അദ്ദേഹത്തിൻ്റെ കൃതികൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ തന്നെ ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ഒരു പ്രശ്നത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ശരിക്കും ഡിറൈവ് ചെയ്ത് വരും. ഒരു ചോദ്യം ഉത്തരം കൊടുത്ത് കുറേ കഴിഞ്ഞിട്ടായിരിക്കും അത് ആ ചോദ്യത്തിന് ഉത്തരം ആൾ ഡിറൈവ് ചെയ്യുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഇങ്ങനെ കിടക്കും. അത് വേറെ പല കൃതികളിൽ നമ്മൾ പല ആൾക്കാരും ശൈലി നോക്കുകയാണെങ്കിൽ ഒരു പ്രശ്നത്തിൽ നമ്മൾ നീര് പുകഞ്ഞ ആ നീറ്റൽ മാത്രം കാണിച്ച് നമ്മൾക്ക് ഇങ്ങനെ കറിയും. പക്ഷേ അതിൻ്റെ സമാധാനം അല്ലെങ്കിൽ സൊല്യൂഷൻ ഒരുപക്ഷെ കൃതികളിൽ ഉണ്ടാവണമെന്നില്ല. പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യില്ല. പല സമയത്തും ഒരു സൊല്യൂഷൻ ആയിട്ട് പല കാര്യങ്ങളും കാണിച്ചിട്ട്. പക്ഷേ ബഷീറിൻ്റെ കൃതികളിലോ അല്ലെങ്കിൽ റൈറ്റിങ്ങിലോ പലപ്പോഴും സൊല്യൂഷൻസ് ആർ ദെയർ ഫോർ ദ പ്രോബ്ലംസ്. ഓക്കെ, സോ അതിൽ ഒരു ഞാനപ്പം ഈ നേരത്തെ ഞാൻ പറഞ്ഞത് നിർത്തിയത് കുഞ്ഞിപ്പാത്തുമ്മയുടെ ആ എന്താ പറയുക എന്താ പറയുക അതിനെ കുറിച്ചല്ല പറഞ്ഞത്. എന്തായാലും അതിൽ നിന്ന് തന്നെ ഞാനൊരു ഇത് പറയാം, ഒരു സന്ദർഭം പറയാം. ഈ എൻ്റെ ഉപകാരം ഉണ്ടായിരുന്നതിൽ പ്രത്യേകിച്ചും ഈ നിസാർ അഹമ്മദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു മുസ്ലിം ക്യാരക്ടറായിട്ടാണ് വരുന്നത്. അദ്ദേഹം വന്ന് ഈ കുഞ്ഞിപ്പാത്തുമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ വന്നിട്ട് ആ പ്രദേശവാസികളെയും അല്ലെങ്കിൽ ഇവരെ തന്നെ കുഞ്ഞിപ്പാത്തുമ്മയുടെ അച്ഛനെയും അമ്മയും തന്നെ ബോധവൽക്കരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പറഞ്ഞാൽ എന്താ പറയുക, അന്ന് കാലത്ത് അവർ വെളിക്കിരുന്നത് റോഡുകളിലായിരുന്നു, രാത്രി പോയിരുന്നു നമ്മൾ കാണുന്ന ഇത് ആ കാലഘട്ടത്തിൽ. അപ്പം അന്ന് തന്നെ ഈ നിസാർ അഹമ്മദ് ആ സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന എന്താ പറയുക, ഒന്ന് ആലോചിച്ച് നോക്കും. ബഷീർ അന്ന് എഴുതിയ ഈ കാര്യങ്ങൾ, അതായത് കക്കൂസ് നിർമ്മാണം എന്ന് പറയുന്നത് തന്നെ ഏകദേശം 2014 ശേഷം ഒരു രാജ്യം സ്വച്ഛതാ അഭിയാനം എന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്ന അത്രയും ക്രാന്തിദർശിതാന്ന് അദ്ദേഹം പറയുന്നത്. ആ പരിസ്ഥിതിയുടെ അല്ലെങ്കിൽ പരിസ്ഥിതി ബോധത്തിൻ്റെ ക്ലീൻനെസ്സിൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ തന്നെ ഒരു സസ്റ്റൈനബിലിറ്റി എന്ന് പറയില്ല, അതിൻ്റെ തന്നെ ഒരു ബോധനം ബഷീർ, അതിൻ്റെ ബോധനം മാത്രമല്ല അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് അദ്ദേഹത്തിൻ്റെ ലളിതമായ ചില മെത്തേഡ്സും ഉണ്ട്. ആ നിസാർ അഹമ്മദ് ആ വീട്ടിലെ ഒരു ഇത് ഇവർക്ക് ചെയ്തു കൊടുക്കുന്നതും എന്താ പറയുക, ഓലമടൽ കെട്ടി ഒരു കക്കൂസ് നിർമ്മിക്കുന്നതൊക്കെ ആയിട്ടുള്ള വളരെ നിസ്സാരമായ ചെറിയ സൊല്യൂഷൻസ് അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. അത് നമുക്ക് ആ എന്താ പറയുക ഇദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഇങ്ങനെ ഇത്തരം ചില എന്താ പറയുക പൊടിപ്രയോഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഒരു ഉദാഹരണത്തിലേക്ക്. ഇനി ഞാൻ വേറൊരു ഉദാഹരണത്തിൽ പോകണമെങ്കിൽ ഞാനൊരു കോണ്ടെക്സ്റ്റ് പറയാം. രണ്ട് നദികൾ സംഗമിച്ച് കുറച്ചുകൂടി തടിച്ച നദി. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാകുന്നുണ്ടോ? രണ്ട് നദികൾ സംഗമിച്ച് കുറച്ചുകൂടി തടിച്ച നദി. ഓക്കെ, ഞാനിങ്ങനെ പറഞ്ഞാലോ, ഒന്നും രണ്ട് അല്ലേ? അപ്പോൾ ഇതും ബാല്യകാല സഖിയിലെ ഒരു കോണ്ടെക്സ്റ്റ് ആണ്. നിങ്ങൾ എപ്പോഴും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അതിൽ. ഒന്ന് മജീദ്, മണ്ടശിരുമണിയായി മജീദ് പറയുന്ന ഉത്തരമാണ് ഇമ്മണി ബല്യു എന്നുള്ളത്. പക്ഷേ അതിന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഒരു എന്താ പറയുക സറ്റീരിക്കലായിട്ട് നമ്മൾ പറയുന്ന ഒരു മണ്ടത്തരമായ ഉത്തരം. ആ ഉത്തരം പറഞ്ഞതിന് മജീദിന് നല്ല ചുരൽ കർഷക ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഞാനിത് നമ്മൾ ഇന്നും അതൊന്ന് പോയി വായിക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊണ്ട് അതിന് ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളത് ബഷീർ എഴുതി വന്നിട്ടുള്ള, അതിൽ ബഷീർ അവിടെ അത് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്, ഈ ഇമ്മണി ബല്യു എന്നുള്ളത്. അത് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്ന സമാധാനത്തിന് ഉത്തരവിലുണ്ട്. അന്ന് ബഷീറിനോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ബഷീർ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവനുടെ പ്രശ്നം ഇതാണ്, ഒന്നും എത്രയാന്നുള്ള പ്രശ്നം അവന് മനസ്സിലെടുക്കുന്നുണ്ട്. അവനത് ഡിറൈവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അവൻ്റെ മനസ്സിൽ തോന്നുന്നു, ഒരു ചെറിയ നദി, വേറൊരു ചെറിയ നദി, അതും കൂടി ചേർന്നാൽ വലിയൊരു നദി ആവുന്നുണ്ട്. ആ ഡെറിവേഷനിലാണ് മജീദ് പറയുന്നത് ഇമ്മിണി ബല്യു എന്നുള്ളത്. ആ കൺസെപ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്നത്തെ പല കാര്യങ്ങൾക്കും ഇപ്പം നമ്മൾ പറയില്ല, ഈ സിനർജി എന്ന് പറയുന്ന ഒരു ലോജിക്ക്, നമ്മളിപ്പം ഈ മോഡേൺ മാനേജ്മെന്റ്, കോർപ്പറേറ്റ് മാനേജ്മെന്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജിയാണ് സിനർജി അല്ലേ, അല്ലെങ്കിൽ കൊളാബറേഷൻ. ഈ ഒന്നും കൂടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എസ്പെഷ്യലി ഇത് ബിഹേവിയറൽ സയൻസിൽ നോക്കുകയാണെങ്കിൽ രണ്ട് വ്യക്തികളുടെ കൂടിയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത്
ഒരിക്കലും ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് ചെയ്തുള്ള ഔട്ട്പുട്ടിനെക്കാട്ടും വലുതായിരിക്കും എന്നുള്ളതാണ്. ബഷീർ അത് കൺസ്ട്രക്ട് ചെയ്യുന്ന വിധം, ആ ഡെറിവേഷൻ ആണ് ഇതിലെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് മാത്രമാണ് ഈ ഇമ്മണി ബല്ലൂർ ഇത്രയും ഫേമസ് ആയത്. അല്ലാതെ വെറുതെ നമ്മൾ ഒരു പയ്യൻ പറയുന്ന ഒരു മണ്ടൻ ഉത്തരമായിട്ട് മാത്രമാണ് പലരും നമ്മൾ വീഡിയോയിലോ അല്ലെങ്കിൽ പലരും പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പക്ഷേ എന്താ പറയുക, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ രണ്ട് വ്യക്തികളുടെ ഔട്ട്പുട്ട് ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള ഔട്ട്പുട്ട് ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് വർക്ക് ചെയ്ത ഔട്ട്പുട്ടിനെക്കാട്ടും കൂടുതലാണ് എന്നുള്ള ഒരു ബോധം വാസ്തവത്തിൽ വളരെ വലിയൊരു പ്രശ്ന പരിഹാരമാണ്. ഇനി നമ്മുടെ ലോകക്രമത്തിൽ എടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ലോക സംസ്ഥ സുഖിനം പോകുന്നതൊക്കെ പറയുന്ന ലോജിക്കിന് അതിലില്ലാത്ത ലോകം ഉണ്ടാക്കുന്നതിന് തന്നെ ഈ ഒറ്റ ചിന്താഗതി മതി, ഈ സിനർജിക്കലായിട്ടുള്ള വ്യൂ. രണ്ട് രാജ്യങ്ങൾ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി, നല്ല ലക്ഷ്യത്തിന് വേണ്ടി ഒരേ പോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ. അത് ലോകത്തിൽ എല്ലാ രാജ്യങ്ങളും ഒരേപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മജീദിന്റെ പോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം പരിഹാരം എന്താണെന്ന് നമുക്ക് അവലോകിക്കാം. ഞാൻ അവിടെ നിർത്തുകയാണത്. ഇനി നമുക്ക് വളരെ വേറൊരു കോണ്ടെക്സ്റ്റിലൂടെയും പോവാം. ഓക്കെ, അടുത്തത് ഡിങ് ഡിങ്കാഹോ എന്ന ജാതി മതരഹിത സ്ത്രീ പുരുഷ സമത്വം. നിങ്ങൾക്ക് ഈ ഡിങ് ഡിങ്കാഹോ എന്ന് പറയുന്നത് എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും കൃതിയായിട്ട്? പോട്ടെ, സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളത് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഞാൻ പക്ഷേ ഇത് കേട്ടിട്ടുണ്ടോ? അതായത് എന്താ പറയുക, ഈ ഒരു ഞാൻ ഒന്ന് പറയാം. പ്രിയപ്പെട്ട സാറാമ്മേ, ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമ സുലഭവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിക്കുകയാണ്. സാറാമ്മയോ ഗാഢമായി ചിന്തിച്ച് മധുരോദാരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവൻ നായർ. അപ്പോൾ കോണ്ടെക്സ്റ്റ് മനസ്സിലായല്ലോ. ഇത് ഞാൻ കഥ അല്ലെങ്കിൽ അതിൻ്റെ പറയുന്നില്ല. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു പ്രശ്നപരിഹാരം ഇതിലുണ്ട്. ഈ ഡിങ് ഡിങ്കാഹോ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും എന്താ പറയുക ഒന്നിക്കാൻ തീരുമാനിച്ചിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്, അവർക്ക് എന്താ പറയുക ഒരു കുഞ്ഞുണ്ടായാൽ ഇടുന്ന പേര് അല്ലേ, പേര് നിങ്ങൾക്ക് ഇപ്പോൾ പണി കിട്ടുമായിരിക്കും. അവർ പറഞ്ഞ പേര് വേറെയാണ്, ഈ ഡിങ് ഡിങ്കാഹോ അല്ല. എന്തായിരുന്നു അവരിട്ട പേര് ഓർമ്മയുണ്ടോ? അവർ ഇടാൻ തീരുമാനിച്ച പേര് ആകാശമിട്ടായി അല്ലേ? ആകാശമിട്ടായാണ് ഇടുന്നത്. പക്ഷെ ഞാനിവിടെ പറയുന്നത് നോക്കൂ, എങ്ങനെയാണ് ഈ ആകാശമിട്ടായി അല്ലെങ്കിൽ ബഷീർ എത്തുന്നത് നോക്കാം. അവർ തുടങ്ങുന്നത്, അവർ സംസാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ പേരിടണം അങ്ങനെ. അപ്പം കേശവനാർ പറയും, ഓക്കെ നമുക്കൊരു ചൈനീസ് പേരായാലോ, ഡിങ് ഡിങ്കാഹോ. അപ്പോൾ സാറാമ്മ പറയുന്നുണ്ട്, മോനെ ഡിങ് ഡിങ്കാഹോ, മോളെ ഡിങ് ഡിങ്കാഹോ. സുഖമില്ല, നമുക്ക് വേണ്ട. അങ്ങനെ തുടങ്ങുന്നത്. അതിനുശേഷം പിന്നെ എന്താ പറയുക, അങ്ങനെ കുറേ പേരുകൾ പറയുന്നുണ്ട്, എൻ്റെ കഥ, എൻ്റെ നീണ്ട കഥ, അങ്ങനെയൊക്കെ കുറേ പേരുകൾ. പിന്നെ എൻ്റെ ചെമ്മീൻ കണ്ണെ, അങ്ങനെയൊക്കെ പേര് വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവർക്കൊന്നും ഇഷ്ടമാവുന്നില്ല. പിന്നെ ഇടയ്ക്ക് വീണ്ടും കേശവനാർ പറയുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു റഷ്യൻ പേര് ചപ്ലോസ്കി എന്നുള്ള പേരിടാൻ നിൽക്കുന്നു. അപ്പോൾ സാറമ്മ വീണ്ടും പറയും, ഞാൻ പറഞ്ഞോ മോനെ ചപ്ലോസ്കി, ശരിയാവില്ല. അങ്ങനെ അവർ പിന്നെ അവർ നമുക്ക് ഇപ്പോഴത്തെ ഒരു മോഡേൺ ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കഷ്ണങ്ങളിലുള്ള പേരല്ലേ ഇഷ്ടം. അപ്പോൾ അങ്ങനെ രണ്ടുപേരും പറയും, നമുക്ക് കുറേ പേരുകൾ എഴുതിയിട്ട് ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറേ രണ്ട് കഷ്ണങ്ങൾ എഴുതിയിട്ട് ഒരാളൊരു കളർ എടുക്കും, മറ്റാളൊരു കളർ എടുക്കും. അങ്ങനെ സാറാമ്മ എടുക്കുന്നതാണ് ഫസ്റ്റ് മിഠായി, ഇയാൾ ആകാശം എടുക്കും. ആകാശം എന്നാണ് എടുക്കുന്നത്. മിഠായി ആകാശം, അതും പോരാ. അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും കൂട്ടിച്ചേർന്നിട്ട് ഉണ്ടാക്കുന്ന പേരാണ് ആകാശമിഠായി. അതെ, അപ്പോൾ നോക്കുക ആ ഡെറിവേഷൻ നോക്കുക. അതായത് ഞാൻ ഇവിടെ പറയുന്നത് സ്ത്രീക്കും പുരുഷനും ആ പേരുണ്ടാക്കുന്നതിൽ തന്നെ ബഷീർ ഉപയോഗിച്ച ടെക്നിക്ക് നോക്കുക. രണ്ടുപേർക്കും തുല്യമായിട്ട് പേരിൻ്റെ കഷ്ണങ്ങൾ കൊടുക്കുന്നത് 50% 50% ഒരു പേരിൻ്റെ കഷ്ണം, മറ്റാൾ എടുക്കുന്ന 50%. ഇതിലും പരം ഒരു സ്ത്രീ പുരുഷ സമത്വം പറയാവുന്ന ഒരു സന്ദർഭം ഏതെങ്കിലും കൃതിയിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, പ്രേമലോകത്തിന് മൊത്തം നിങ്ങൾ വായിക്കുകയാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ 50% കേശവൻ നായരും അതേപോലെ തന്നെ ബഷീറിന് തന്നെ 50%ആണ് സാറാമ്മയും. ഇവർ രണ്ടുപേരും എന്നുള്ള സംഭാഷണം നോക്കുകയാണെങ്കിൽ രണ്ടുപേരും ശരിക്കും ഈക്വലാണ്. ഏത് സമയത്തും ഈ കൃതിയിൽ ഏത് സമയത്തും ഒരിക്കൽ പോലും രണ്ടുപേരും എന്താ പറയുക ഒരാളുടെ തട്ട് മുകളിൽ പോകുന്നില്ല. രണ്ടുപേരും ഒരേ തട്ടിലായിരിക്കും. എല്ലാ സംഭാഷണങ്ങളും നോക്കിയാൽ മനസ്സിലാവും. അപ്പം എന്ന് മാത്രമല്ല, അതിൽ നിങ്ങൾക്കറിയാം രണ്ടുപേരും വേറെ മതമാണ്. ഒരാൾ ക്രിസ്ത്യനാണ്, അയാൾ നായരാണ്. പക്ഷെ ജാതിരഹിതമായാലും ബഷീർ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഈ കൃതി നിരോധിക്കപ്പെട്ട കൃതിയാണ്. ആ കൃതി വായിച്ചാൽ നമുക്കിപ്പോൾ അത്ഭുതം തോന്നുന്നു, എന്തുകൊണ്ടാണ് കൃതി നിരോധിച്ചത്. വാസ്തവത്തിൽ അതിലൊന്നുമില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മിശ്ര വിവാഹം എന്ന് പറയുന്ന ഒരൊറ്റ കൺസെപ്റ്റേ അതിലുള്ളൂ. പക്ഷെ അത് നിരോധിച്ചു എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ 1952 തോന്നുന്നു ഇത് കൃതി എഴുതിയിട്ടുള്ളത്. ആ സമയത്ത്
ഈ കൃതി നിരോധിച്ചാണ്. ശരിക്കും മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന പേരിൽ മാത്രമായിരിക്കും. പക്ഷെ ഇന്നും നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ അത് വാസ്തവത്തിൽ ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ വല്ല ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ നെഫ്യൂനോ നമ്മുടെ നീസിനോ ഒക്കെ വേണ്ടിയിട്ട് ഒരു കല്യാണം ആലോചിച്ച് നോക്കുന്നത് നമുക്ക് മനസ്സിലാവും ആ പ്രശ്നം ഇപ്പോഴും എത്ര പ്രശ്നമാണെന്നുള്ളത്. ജാതകം നോക്കലും പിടിക്കലും ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതിപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ അന്ന് ഇദ്ദേഹം എഴുതിയിട്ടുള്ള ഈ പ്രശ്നമുണ്ടല്ലോ, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ സ്ത്രീ പുരുഷ അസമത്വം നിലനിൽക്കുന്നുണ്ടെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അന്ന് 1952 അദ്ദേഹം ഇത്രയും വളരെ മനോഹരമായ ഒരു സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞതാണ് 50% എന്നുള്ള സൊല്യൂഷൻ ഡിഗ്ഡ് കവരോടെ. ഓക്കെ, അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്കപ്പോൾ എന്താ പറയുക, ഈ സൊല്യൂഷനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അവസാനത്തെ സെഷനിലേക്ക് പോകാം. ഞാൻ പിന്നെ അപ്പം ഇതിന്ന് വിട്ടിട്ട് ചില നിങ്ങൾക്കറിയാം ഇതിൻ്റെ ചോദ്യോത്തരം എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് 2-3 എക്സാമ്പിളുകൾ നോക്കൂ. സ്ത്രീധനം എന്ന് പറയുന്നത് ഇത് വാസ്തവത്തിൽ പ്രേമലേഖനത്തിൽ തന്നെ ഒരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം നോക്കുക. പെണ്ണിനെ സൂക്ഷിക്കാൻ ആണിന് കൊടുക്കുന്ന കൈക്കൂലി. പക്ഷെ ഇത് പറയുന്നത് ഒരു ആണിങ്ങനെ പറഞ്ഞാൽ അത്ര രസം ഉണ്ടാവില്ല. കേശവമാർക്ക് ചെയ്ത് ഇഷ്ടമാട്ടോ, അതിൽ നമുക്ക് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. പക്ഷെ ഇത് പറയുന്നത് സാറാമ്മയാണ്. ഒരു സാറാമ്മ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇത് എന്താണ് അവിടെ പറയാൻ കാരണം എന്നുള്ളത്. ഒരു പെണ്ണെന്ന് പറയുമ്പോൾ ഒരു രസമുണ്ട് ഇതിന്. അതുകൊണ്ടാണ് ഞാൻ ആ ഉത്തരം നോക്കിയത്. വളരെ ആ ഉത്തരം നമുക്ക് ഞാൻ പറയേണ്ട കാര്യമില്ല, അതിൻ്റെ ആ ഉത്തരത്തിൽ തന്നെ അതിൻ്റെ അതുണ്ട് എന്താന്നുള്ള ബഷീറിൻ്റെ ഒരു സ്റ്റൈൽ എന്താന്നുള്ളത്. വേറൊരു ചോദ്യം, ഈ ചോദ്യം വളരെ രസകരമായ ചോദ്യമാണ്. ഇതിന് മറുപടി പറയാന്നുള്ള അത്ര എളുപ്പമുള്ളൊരു ചോദ്യമല്ല. അതിന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന നിയമം വന്നാൽ, ഇത് ഒരു കൃതിയിലുള്ളതല്ല, പക്ഷെ അദ്ദേഹത്തിന് കൂട്ടുകാർ അല്ലെങ്കിൽ പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ചോദ്യങ്ങളുടെ അദ്ദേഹത്തിന് ഒരു ബുക്ക് തന്നെ ഉണ്ട്, ചോദ്യോത്തരം കണക്കും കളിയുന്ന ഒരു ബുക്കിൽ കുറേ ചോദ്യങ്ങളുണ്ട്. അതിൽ കണ്ട ഒരു ചോദ്യമാണ്, ആളുടെ പേരെനിക്ക് ഓർമ്മയില്ല, ആരെ ചോദിച്ചത്, കെ രാമേന്ദ്രൻ അങ്ങനത്തെ ഒരാളെ ചോദിച്ചിട്ടില്ലേ. ഓക്കെ, അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ആരെങ്കിലും മനസ്സിൽ വിചാരിക്കുക എന്ത് ഉത്തരമായിരിക്കും പറയാന്നുള്ളത്. എന്നാലും ബഷീറിൻ്റെ ഉത്തരം നോക്കാം. അദ്ദേഹം പറയാൻ ഉത്തരം പറയാം. ഞാൻ 3 പേരുകൾ കണ്ടുവച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് സ്വീകരിക്കും. ഇങ്ങനെ ഈ നിയമം വന്നു കഴിഞ്ഞാൽ, ഒന്ന് വൈ മമ്മട ഭട്ടാചാര്യർ, YMB നമ്പൂതിരിപ്പാട്, അല്ലെങ്കിൽ വൈമൂബ പണിക്കർ. ഇതിലേതെങ്കിലും ഒരു പേരാൾ സ്വീകരിക്കുന്നതാണ് ആളുടെ ഉത്തരം. ഇത്രയും ഡിപ്ലോമാറ്റിക് ആയിട്ട് ഉത്തരം പറയാൻ വേറെ ആർക്കെങ്കിലും കഴിയുമോ, അല്ലെങ്കിൽ ഇപ്പോൾ ആർക്കെങ്കിലും കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും പറഞ്ഞിട്ട് ആളുടെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ആളുടെ ഒരു കാലിബർ എത്രയെന്ന് മനസ്സിലാക്കാൻ ഒരു ഉത്തരം തന്നത്. വേറൊരു ചോദ്യം, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇതും ഈ ലാസ്റ്റ് 3 ചോദ്യങ്ങളും അങ്ങനെ സുഹൃത്തുക്കൾ ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ, മറ്റേ കഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതല്ല. ഉത്തരം നോക്കുക. നിങ്ങൾക്ക് ആരെങ്കിലും ട്രൈ ചെയ്യണോ ഉത്തരം എന്താന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും എന്ന് പറയണോ? ആരെങ്കിലും പറയണോ? താല്പര്യമുണ്ടോ പറയാനായിട്ട്? സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, നമ്മൾ എന്താ പറയുക, കോംപ്ലക്സിലേക്ക് പോകുന്നില്ല, സിമ്പിളായിട്ട് നോക്കാം. എന്തായാലും ബഷീറിൻ്റെ ഉത്തരം നോക്കാം. ഉത്തരം ഇതായിരുന്നു, പുരുഷന് കഷണ്ടി ഉണ്ടായിരിക്കുന്നതായിരുന്നു. എസ്പെഷ്യലി ഇതിൻ്റെ ഉത്തരത്തിന് വളരെ രസകരമായ കാര്യം, ഇത് ചോദിച്ച ആള് വളരെ മുടിയുള്ള ഒരു പുരുഷനാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഉത്തരം എഫക്ട് ചെയ്യാന്ന് മനസ്സിലാക്കുക. ഇത് ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെയാണ്, മാധവൻ എന്നിട്ട് പറഞ്ഞാണ്. വളരെയധികം മുടിയുള്ള ഒരു കൂട്ടുകാരനത് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്തരമാണ് കിട്ടിയത്, പുരുഷന് കഷണ്ടിയായിരിക്കും എന്നുള്ളത്. അത് മനസ്സിലായില്ല. അപ്പൊ 2 ഇതിൻ്റെ ഉത്തരം വളരെ രസകരമാണ്. ബഷീറിന് മാത്രം പറയാവുന്ന ഉത്തരങ്ങളാണ് അതൊക്കെ. നിങ്ങൾക്ക് നോക്കാം, വേറെ ആർക്കും ഇത്ര എളുപ്പത്തിൽ നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഇങ്ങനെ ഉത്തരം പറയാൻ പറ്റിയ ആരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അടുത്തത് നോക്കുക. ലോകത്തിൽ ജീവിക്കാൻ ഏതെല്ലാം അടവുകൾ നമ്മൾ പഠിക്കണമെന്നാണ് ഒരു ആള് എഴുതി ചോദിച്ച ആളോട്, ബഷീറിനോട് കേട്ടോ. ഉത്തരം നോക്കാം. അദ്ദേഹം പറഞ്ഞ ഉത്തരം, മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ, ആനവാരിയും പൊൻകുരിശും, സ്ഥലത്തെ പ്രധാന ദിവ്യൻ തുടങ്ങിയ ദിവ്യ ചരിത്ര ഗ്രന്ഥങ്ങൾ വായിക്കുക. ഇത് അറിയാലോ അല്ലെ? സ്ഥലം എന്ന് പറഞ്ഞ, സ്ഥലത്തെ പ്രധാന പൈൽസ് എന്ന് പറഞ്ഞാൽ സ്ഥല കഥകൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കഥകളൊന്നും ടച്ച് ചെയ്തില്ല. പക്ഷേ ഈ കാരണം അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പല കഥകളും വരുന്ന ഒരു ഭാഗമാണത്. അല്ലെ, മണ്ടൻ മുത്തപ്പയും സൈനബിയുടെ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ഇത് പറഞ്ഞപ്പോഴാണ് ഈ മുച്ചെടുക്കാരൻ്റെ മകളിൽ ഒരു വളരെ രസകരമായ ഒരു പ്രേമബിംബമുണ്ട്, പ്രണയബിംബമുണ്ട്. ആരെങ്കിലും പറയാൻ പറ്റുമോ? വളരെ രസകരമായ ഒരു പ്രണയബിംബമുണ്ട്. കോഴിമുട്ട ഒരു പ്രണയബിംബമാണ് അതിൽ. ഓർക്കുന്നുണ്ടോ? ഈ മണ്ടൻ മുസ്തഫയ്ക്ക് ഈ സൈനബ എന്ന് പറഞ്ഞവര് പുട്ട് കൊടുക്കുമ്പോൾ പുട്ടിൻ്റെ ഉള്ളിൽ ഒരു മുട്ട വെച്ച് കൊടുക്കും, അച്ഛനെ പറ്റിക്കാനായിട്ടാണ്. അത് മുട്ട കാണില്ല, പുട്ടിൻ്റെ ഇടയിൽ ഉള്ളിൽ വെക്കുക. അതാണ് ഇവരുടെ ഒരു പ്രണയബിംബമായിരുന്നു അതിൽ, കോഴിമുട്ട. ഓക്കെ,
ഓക്കെ, അത് പറഞ്ഞു മാത്രം. അപ്പം നോക്ക് അദ്ദേഹത്തിന്റെ ആ കോൺഫിഡൻസ് കാണിക്കുന്നത്, അതായത് ഇത് സത്യമാണ്. ആ, ജീവിക്കാൻ വേണ്ട അടവുകൾ മൊത്തം ഇതിലുണ്ട്. സത്യമാണ്. ഇതിൽ ഈ കഥകൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരാള് ഏത് രീതിയിൽ, പല രീതിയിലും, അതിന്റെ അടവുകൾ മാത്രമല്ല, ജീവിതത്തിന്റെ ആവശ്യമായ എല്ലാ മാനസിക എന്താ പറയുക തലങ്ങളെ കുറിച്ച് ഇതിൽ പറയുന്നത്. ആനപ്പൂട എന്നൊക്കെ പറഞ്ഞ കഥ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ധൈര്യം കൊടുക്കുന്ന ഒരു കഥയാണ്. ആനയുടെ താഴത്തിൽ കൂടെ എന്താ പറയുക നൂൽക്കുക എന്ന് പറയില്ല, ആ ഒരു ധൈര്യം കൊടുക്കുന്ന പല പല സൈക്കോളജിക്കലായിട്ടുള്ള പല കാര്യങ്ങളും ബഷീറിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പൊ ഇത്രയും ഉത്തരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എനിക്ക് വേണമെങ്കിൽ വിജേഷണ സമയത്ത് തുടങ്ങി തോന്നുന്നു അല്ലേ? ഞാനപ്പോൾ നമുക്ക് നിർത്താം. ഓക്കെ, ഞാൻ സംഗ്രഹിക്കാം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് വേണമെങ്കിൽ ഒരു നിറങ്ങളുടെ ഭാഷയിൽ നിന്ന് പറയുകയാണെങ്കിൽ, ഞാനെന്താ പറയുക, കറുത്തിരുണ്ട അല്ലെങ്കിൽ രക്തം കട്ടപിടിച്ച ശബ്ദങ്ങളിൽ നിന്ന് തുടങ്ങി, എന്താ പറയുക, നീല നിറം അല്ലെങ്കിൽ നീല വെളിച്ചമാർന്ന ഗാനങ്ങളിലൂടെ കടന്നുപോയി, വർണ്ണരാജിയിലുള്ള പൂന്തോട്ടങ്ങളിൽ കടന്നു വന്ന്, പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, സുൽത്താൻ ഓഫ് ലളിതോപായ് അല്ലെങ്കിൽ ലളിതമായ ഉപായങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക്. ഇവിടെ സംബന്ധിച്ചിൽ ഈ സുൽത്താൻ ഓഫ് ലളിതോപായ് എന്ന് ഞാൻ ഉപയോഗിച്ചത് ഒരു ലളിതമായ ഒരു ഉപയോഗം കൂടി ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പരിഹാരം. ഈവൻ MTA പോലും ഏത് ബുക്ക് വായിക്കുന്നത് പറയാൻ തക്ക ജ്ഞാനമുള്ള നോളജുള്ള ഒരു ആളായിരുന്നു ബഷീർ. ഷാൻ ബഷീറിന്റെ ബുക്ക് വായിക്കാനോ അല്ലെങ്കിൽ അത് എന്താ പറയുക ഈസി ആയിട്ട് പറയാവുന്ന അത്രയും കഴിവ്, അത്രയും ബുക്കുകൾ വായിച്ചിട്ടുള്ള ആളാണ് ബഷീർ. നമ്മള് അനുഭവങ്ങൾ മാത്രമല്ല ബഷീറിന് നോക്കണമെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇത് ഈ എഴുത്ത് ശരിക്കും ഒരു ഹമ്പിൾ ആയിട്ടുള്ള ഒരു സന്തോഷം മാത്രമേ തോന്നുള്ളൂ. വീണ്ടും നോക്കും, ഞാൻ ഈ പറഞ്ഞ ശബ്ദങ്ങളിൽ നിന്ന് അവസാനിപ്പിക്കുകയാണ്. നോക്കൂ, ആ നാദബ്രഹ്മത്തിന്റെ വിഭ്രമം നോക്കൂ, അത് അന്തമാണ്, പ്രപഞ്ചങ്ങളിൽ മുഴുവനുണ്ട്, അത് കേൾക്കില്ല, അനുഭവിക്കണം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പലരും എന്താ പറയാ ബ്ലം ശബ്ദങ്ങൾ ഈ ശബ്ദം വരെ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കഥയുടെ ടൈറ്റിൽ അതാണ്. പാർട്ടിന് പോലും അത് കഥയുടെ ടൈറ്റിൽ ആക്കിയിട്ടുണ്ട്. ഓക്കെ, എത്രയും പറഞ്ഞുകൊണ്ട് ഈ അദ്ദേഹം തന്നെ നമുക്ക് പറയുന്ന രീതിയിലൊരു അപ്പൊ വെടുക്കുസുകളെ ആ നിൽക്കുന്ന ഒരു ഇതാണ്, ഞാൻ തന്നെയാണ് കഥ, എഴുതുന്നതോ അത് ഭാഷ, വയ്ക്കുമോ വിഷയം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.